എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് ടു ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, സേവർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു. ജൂൺ മാസം 23-ാം തീയതി മുതലാണ് വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ ആരംഭിക്കുക. അപ്പോൾ ഇതിനുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ മെയ് 27-ാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക, ആരൊക്കെയാണ് അപേക്ഷിക്കേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എത്ര രൂപയാണ് ഫീസ്, എത്ര സബ്ജക്റ്റ് പരീക്ഷ എഴുതാം, എക്സാം ടൈം ടേബിൾ എന്നിങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വർഷത്തെ അതായത് ഹയർ സെക്കൻഡറി, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി, ആർട്ട് ഹയർ സെക്കൻഡറി, അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ടുള്ള സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ കേരളത്തിലായിട്ടും അതുപോലെ ലക്ഷദ്വീപ്, അതുപോലെ തന്നെ ഗൾഫ് റീജിയൻ എന്നിവിടങ്ങളിലായിട്ട് പരീക്ഷ നടക്കുന്നതാണ്. ഗൾഫ് റീജിയണിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ കേരളത്തിൽ പരീക്ഷ എഴുതാനുള്ള സൗകര്യം ലഭ്യമായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്, ആരൊക്കെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ വിദ്യാർത്ഥികളുടെ റിസൾട്ടിൽ നിങ്ങൾക്ക് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് ആരുടെയൊക്കെ റിസൾട്ടിൽ ഉണ്ടോ ആ ഒരു വിദ്യാർത്ഥികളൊക്കെ സേ പരീക്ഷ എഴുതേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പല വിദ്യാർത്ഥികളും കരുതുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് ഡി ഗ്രേഡോ അല്ലെങ്കിൽ ഇ ഗ്രേഡോ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ തോക്കൂ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ചിന്താഗതി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഡിയോ ഇയോ മാത്രം കിട്ടിയത് കൊണ്ട് മാത്രമല്ല നിങ്ങൾ തോക്കുക. ചില വിദ്യാർത്ഥികൾക്ക് C+ഓ സിയോ അല്ലെങ്കിൽ D+ഓ കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ ഒരു ഗ്രേഡ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ജയിച്ചു എന്നുള്ള രീതിയിൽ കണക്കാക്കുന്ന ഒരു ഗ്രേഡാണ്. എന്നാൽ ഈ ഒരു ഗ്രേഡുള്ള വിദ്യാർത്ഥികളും ചില സമയത്ത് തോൽക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിയോ ഇയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ തോക്കൂ എന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ റിസൾട്ടിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് ഉള്ളതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ C+ ഏതെങ്കിലും വിഷയത്തിന് C+ഓ സിയോ D+ഓ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടി ആ ഒരു കാര്യങ്ങൾ, അതിൻ്റെ മാർക്ക് കൂടി നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ മുമ്പിൽ തന്നെ പറയാൻ കാരണം എന്ന് പറയുന്നത്, പല വിദ്യാർത്ഥികളിലും കരുതുന്നത് ഈ ഒരു ഡി കിട്ടിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ തോക്കൂ എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് നിങ്ങളുടെ റിസൾട്ടിൽ ഉള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഓരോ സബ്ജക്റ്റിൻ്റെയും ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ +1ലെയും +2ലെയും ആകെയുള്ള ആ ഒരു മാർക്ക് ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ റിസൾട്ടിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ ഗ്രേസ് മാർക്കിന് അർഹത ഇല്ലാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ TE എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ള മാർക്ക് മാത്രം നോക്കുക. അതുപോലെ ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ TE എന്നുള്ള കോളത്തിലുള്ള ആ ഒരു മാർക്കും അതുപോലെ GM എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ള ഗ്രേസ് മാർക്ക്, അപ്പോൾ ഈ ഒരു കോളത്തിലെ മാർക്കും കൂട്ടുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ കൂട്ടിയിട്ട് അതുപോലെ TE മാർക്ക് മാത്രമുള്ളവർ അത് മാത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ, അതായത് 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 36 കിട്ടിയിട്ടുണ്ടോ, അതുപോലെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 48 മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നത് നോക്കി കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. കാരണം ഈ ഒരു മാർക്ക് കിട്ടാതെ, അതായത് ഈ ഒരു TE മാർക്ക് കിട്ടാതെ വിദ്യാർത്ഥികൾ C+ഉം സിയും D+ഉം കിട്ടിയിട്ട് തോറ്റിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വർഷം ചില വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥികൾ സേ പരീക്ഷ എഴുതിയിട്ട് ആ ഒരു തോറ്റ വിഷയം എന്ന് കരുതി ഡിയും അതുപോലെ ഡിയും ഇയും കിട്ടിയാൽ ഓൾറെഡി തോറ്റതാണ്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് എഴുതിയിട്ടും ആ ഒരു വിദ്യാർത്ഥി റിസൾട്ട് വന്നപ്പോൾ ആ ഒരു സബ്ജക്റ്റ് ജയിച്ചിട്ടും റിസൾട്ടിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നുള്ളത് കണ്ടതുകൊണ്ട് നോക്കിയ സമയത്താണ് ആ ഒരു വിദ്യാർത്ഥിക്ക് അതായത് C+ഓ സിയോ D+ഓ കിട്ടിയ ഏതോ ഒരു സബ്ജക്റ്റിന് TE മാർക്ക് ജയിക്കാൻ വേണ്ട മിനിമം മാർക്കായിട്ടുള്ള 60 മാർക്കിലെ 36ഓ 80 മാർക്കിലെ 48ഓ കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു C+ഉം സിയും D+ഉം ഉള്ള സബ്ജക്റ്റിൻ്റേത് കൂടി കൃത്യമായിട്ട് DE കിട്ടിയിട്ട് ഡി ഗ്രേഡോ ഇ ഗ്രേഡോ കിട്ടിയ സബ്ജക്റ്റിൻ്റെ മാർക്കിൻ്റെ ആ ഒരു കാര്യം നോക്കുന്ന സമയത്ത് അതുകൂടി ചെക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു +2വിൻ്റെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തത്, അതായത് +2 വിവിധ വിഭാഗങ്ങളായിട്ട് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളുണ്ടാവും. അതിൽ കോമൺ ആയിട്ടുള്ളതാണ് റെഗുലർ വിഭാഗം, അതുപോലെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ +2 റെഗുലർ എന്നത് പറയുന്നത്, നിങ്ങൾ ആദ്യമായിട്ട് +2വിൻ്റെ പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ റെഗുലർ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇപ്പോൾ +2 പരീക്ഷ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് സ്കൂളിലാണോ ഈ 2025 +2 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇനി വിദ്യാർത്ഥികൾ +2വിൻ്റെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്ത
വിദ്യാർത്ഥികളുണ്ടാവും. ചില വിദ്യാർത്ഥികൾ ആണെങ്കിൽ +1 കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ ഇവിടെ +1 കമ്പാർട്ട്മെൻറ്റിൽ എന്ന് പറയാൻ കാരണം +2 അല്ലെങ്കിൽ +1 ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത ഒരു സബ്ജക്റ്റിൻ്റേത് രജിസ്ട്രേഷൻ +1 പരീക്ഷയ്ക്കും രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും, +2 പരീക്ഷ കൂടി രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും. അതായത് നിങ്ങളൊരു കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ +1 ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയുടെ സെയിം സബ്ജക്റ്റ് +2 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അതുപോലെ +2 പരീക്ഷയ്ക്ക് മാത്രം രജിസ്ട്രേഷൻ ചെയ്ത ഒരു വിദ്യാർത്ഥിയുടെ +1 പരീക്ഷ കൂടി കമ്പാർട്ട്മെൻറ്റ് വിഭാഗം രജിസ്റ്റേർഡ് ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് +2 കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ അപേക്ഷിച്ചവർക്കും +1 കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുമെന്ന് പറയാൻ കാരണം ഓൾറെഡി +2 രജിസ്ട്രേഷൻ അവർക്ക് 2 വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് സ്കൂളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 മാർച്ചിൽ നടന്നിട്ടുണ്ടായിരുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾ ഏത് സ്കൂളിൽ പോയിട്ടാണോ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കാൻ പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഫീസ് വരുന്നത് നിങ്ങൾ തിയറി പേപ്പർ മാത്രമേ എഴുതുന്നുള്ളൂ, പ്രാക്ടിക്കൽ എഴുതുന്നില്ലെങ്കിൽ തിയറി മാത്രമേ ഉള്ളൂവെങ്കിൽ 150 രൂപ പെർ സബ്ജക്റ്റാണ് ഫീസ് വരിക. അപ്പോൾ ഞാൻ ജസ്റ്റ് സേയുടെയും ഇമ്പ്രൂവ്മെൻറ്റിൻ്റെയും ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഈ ഒരു സേ പരീക്ഷയും അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെയും നോക്കാം. അപ്പോൾ ഈ ഒരു സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങൾ തോറ്റിട്ടില്ല, 6 സബ്ജക്റ്റിന് തോറ്റിട്ടുണ്ടെങ്കിൽ 6 സബ്ജക്റ്റും നിങ്ങൾ സേ പരീക്ഷ എഴുതേണ്ടതാണ്. അത് നിങ്ങൾ റെഗുലർ വിഭാഗമായാലോ കമ്പാർട്ട്മെൻറ്റ് വിഭാഗമായിരുന്നാലോ നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ 6 വിഷയത്തിന് തോറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 6 വിഷയത്തിനും എഴുതാൻ സാധിക്കും. ഒരു വിഷയത്തിനാണെങ്കിൽ ഒരു വിഷയത്തിന് എഴുതിയാൽ മതി. അതായത് നിങ്ങൾ എത്ര സബ്ജക്റ്റിനാണോ തോറ്റിട്ടുള്ളത് അത്രയും സബ്ജക്റ്റ് നിങ്ങൾക്ക് സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ളത് മാത്രമാണ് 6 വിഷയം എഴുതാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. അതുപോലെ ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷയം മാത്രമേ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ പറ്റുന്നത് റെഗുലർ വിഭാഗം വിദ്യാർത്ഥിക്ക് മാത്രമാണ്. അതായത് ആദ്യമായിട്ട് +2 പരീക്ഷ എഴുതി ജയിച്ചൊരു വിദ്യാർത്ഥിക്ക് മാത്രമേ, അതായത് ജയിച്ചൊരു വിദ്യാർത്ഥിക്ക് മാത്രമേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ. 500 രൂപയാണ് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള ഫീസ്. അതുപോലെ തന്നെ ഈ ഒരു 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക. എന്തെങ്കിലും സ്പെഷ്യൽ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഒന്നിലധികം സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ സേ പരീക്ഷ ആണെങ്കിൽ നിങ്ങൾക്ക് 6 വിഷയം വേണമെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് സേ പരീക്ഷ എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ സേ പരീക്ഷയ്ക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത്, അതായത് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യം ഫുള്ളായിട്ട് പറഞ്ഞു. ജയിച്ചൊരു വിദ്യാർത്ഥി റെഗുലർ വിഭാഗം വിദ്യാർത്ഥിക്ക് ഒരു സബ്ജക്റ്റേ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും സ്പെഷ്യൽ ഓർഡേഴ്സ് DHSന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒന്നിലധികം സബ്ജക്റ്റ് എഴുതാൻ പറ്റത്തുള്ളൂ. 500 രൂപയാണ് ഒരു സബ്ജക്റ്റിൻ്റെ ഫീസ്. 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് കൂടി വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. അതുപോലെ തന്നെ സേ പരീക്ഷയുടെ കാര്യം നോക്കാം. സേ പരീക്ഷയുടേത് നിങ്ങൾക്ക് 6 വിഷയം വേണമെങ്കിലും, അതായത് 6 വിഷയം തോറ്റ ഒരു വിദ്യാർത്ഥിക്ക് 6 വിഷയം സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. സേ പരീക്ഷയുടെ ഫീസ് എന്ന് പറയുന്നത് 150 രൂപ പെർ സബ്ജക്റ്റ് ആണ്. തിയറി പേപ്പർ മാത്രമേ എഴുതുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കലിൻ്റെ സേ കൂടി എഴുതുന്നുണ്ടെങ്കിൽ 175 രൂപ പെർ സബ്ജക്റ്റ് ആണ് വരിക. അതായത് ഒരു സബ്ജക്റ്റ് ഏത് സബ്ജക്റ്റാണോ നിങ്ങൾ ഈ ഒരു പ്രാക്ടിക്കൽ സേ എഴുതുന്നത് അതിന് 175 രൂപ പെർ സബ്ജക്റ്റാണ് ഫീസ് വരിക. ഇതോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് കൂടി നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് വേണ്ടത് ഒരു ഫോമാണ്. ആപ്ലിക്കേഷൻ ഫോം സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാമെന്നുള്ള കാര്യങ്ങളും അതുപോലെ ഫോം എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും വീഡിയോയിൽ, അതായത് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ആ ഒരു ഫോം വാങ്ങി ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഫില്ല് ചെയ്യുക. അതിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ ഒട്ടിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഏത് വിഷയമാണോ സേ പരീക്ഷ എന്നത് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വിഷയത്തിന് നേരത്തെ പറഞ്ഞതുപോലെ ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിൽ 500 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ അതുപോലെ ഒരു വിഷയം മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. സേ പരീക്ഷ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് 150 രൂപ പെർ സബ്ജക്റ്റാണ് തിയറിക്ക് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രാക്ടിക്കൽ സേ കൂടി എഴുതുന്നുണ്ടെങ്കിൽ 175 രൂപ പെർ സബ്ജക്റ്റാണ്. 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ബയോളജിയുടെ സേ എഴുതുന്നുണ്ടെങ്കിൽ സുവോളജിയും ബോട്ടണിയും നിർബന്ധമായിട്ടും എഴുതേണ്ടതായിട്ട് വരുന്നതാണ്. അത് നിങ്ങൾ സേ ആയാലും ഇമ്പ്രൂവ്മെൻ്റ് ആണ് എഴുതുന്നതെങ്കിൽ കൂടി ബയോളജിയും അതുപോലെ തന്നെ ബയോളജിയുടേത് സുവോളജിയും ബോട്ടണിയും നിർബന്ധമായിട്ടും നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇമ്പ്രൂവ്മെൻ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ മെച്ചപ്പെട്ട സ്കോറാണ് പരിഗണിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ പരീക്ഷ ഈ ഒരു ജൂൺ 4, 5 തീയതികളിലായിട്ട് നിങ്ങളുടെ ജില്ലയിലെ ഏതെങ്കിലും ഒരു സ്കൂളിൽ വെച്ച് പരീക്ഷ നടക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സേ പരീക്ഷ ആണെങ്കിൽ, സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ആണെങ്കിൽ, അതായത് തിയറിയുടെ സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ആണെങ്കിൽ നിങ്ങളുടെ ജില്ലയിലെ, അതായത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്കൂൾ, അതായത് നിങ്ങൾ ഏത് സ്കൂളാണോ പഠിച്ചത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഏതാനും 2-3 സ്കൂളുകളെ ക്ലബ്ബുകളാക്കി അതിൽ ഏതെങ്കിലും ഒരു സ്കൂളിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ 2025 ഫെബ്രുവരി മാസത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു +2 ഈ ഒരു പ്രാക്ടിക്കൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ഈ ഒരു
സേ പരീക്ഷയുടെ സേ പരീക്ഷയായിട്ടുള്ള പ്രാക്ടിക്കൽ എഴുതേണ്ടതില്ല. അതായത് ഈ ഒരു പ്രാക്ടിക്കൽ സേ എഴുതേണ്ടതില്ല. ഓൾറെഡി നിങ്ങൾ ഈ ഒരു പ്ലസ് ടുവിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷ, അതായത് ഫെബ്രുവരിയിൽ നടന്ന പ്രാക്ടിക്കൽ പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ മാത്രമേ ഈ ഒരു പ്രാക്ടിക്കലിൻ്റെ സേ പരീക്ഷ എഴുതേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി ഇതിൻ്റെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗൾഫ് മേഖലയിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ ആ ഒരു സെയിം വിഷയം അല്ലെങ്കിൽ ആ ഒരു വിഷയ കോമ്പിനേഷനുള്ള ഏതെങ്കിലും ഒരു, അത് കേരളത്തിൽ ഏതെങ്കിലും ഒരു പരീക്ഷാ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഗൾഫിലോ നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ്. കേരളത്തിൽ പരീക്ഷാ കേന്ദ്രത്തിൽ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയുടെ കൈവശം തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ ഫോട്ടോ പതിപ്പിക്കേണ്ടതും ആയത് സ്കൂൾ പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തേണ്ടതുമാണ്. അതായത് മാതൃ സ്കൂൾ എന്ന് പറയുമ്പോൾ ഗൾഫിലെ സ്കൂൾ പ്രിൻസിപ്പളാണ് അത് സാക്ഷ്യപ്പെടുത്തേണ്ടി വരിക. പരീക്ഷാർത്ഥി പഠിച്ച ഗൾഫ് സ്കൂളിൻ്റെ സീലും പതിപ്പിക്കേണ്ടതാണ്. കൂടാതെ ഈ ഒരു പരീക്ഷാർത്ഥി മാർച്ച് 2025 ഹയർ സെക്കൻഡറി പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റും മാതൃ സ്കൂൾ തിരിച്ചറിയൽ കാർഡും കേരളത്തിലെ പരീക്ഷാ കേന്ദ്രത്തിലെ പ്രിൻസിപ്പാളിന് സമർപ്പിക്കേണ്ടതാണ്. പരീക്ഷാർത്ഥി പഠിച്ച ഗൾഫ് സ്കൂളിൽ പ്രിൻസിപ്പൽ പരീക്ഷാർത്ഥിയെ സംബന്ധിച്ചുള്ള ആവശ്യമായിട്ടുള്ള വിശദാംശങ്ങളും ചോദ്യപേപ്പർ സ്റ്റേറ്റ്മെൻറ്റും സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാ കേന്ദ്രത്തിലെ പ്രിൻസിപ്പാളിന് നിശ്ചിത സമയത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യത്തക്ക രീതിയിൽ മുൻകൂറായി നൽകേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു മാതൃ സ്കൂൾ പ്രിൻസിപ്പൽ കേരളത്തിലെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിയുടെ വിശദാംശങ്ങൾ jdexam@gmail.com, അതായത് jdexam@gmail.com അയക്കേണ്ടതാണ്. അതുപോലെ ഗൾഫ് മേഖലയിലെ ഒരു സ്കൂളിൽ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്താനുള്ള മുഴുവൻ ചെലവും ഗൾഫ് മേഖലയിലെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും തുല്യമായിട്ട് വഹിക്കേണ്ടതാണ്. അതുപോലെ പ്രായോഗിക പരീക്ഷ നേരത്തെ പറഞ്ഞു ജൂൺ 4-5 തീയതികളിൽ ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും ഒരു സ്കൂളിൽ വെച്ച് നടത്തുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ ടൈം ടേബിളാണ്. അപ്പോൾ 23-ാം തീയതിയാണ് പരീക്ഷ ആരംഭിക്കുന്നത്. 23-ാം തീയതി, അതായത് ജൂൺ 23-ാം തീയതി തിങ്കളാഴ്ച നടത്തുന്ന പരീക്ഷ പാർട്ട് 2 ലാംഗ്വേജസ്, അത് സെക്കൻഡ് ലാംഗ്വേജസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. അതുപോലെ അന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പരീക്ഷ കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിവയാണ്. അതുപോലെ ജൂൺ 24-ാം തീയതി ചൊവ്വാഴ്ച പാർട്ട് 1 ആയിട്ടുള്ള ഇംഗ്ലീഷ്. അതുപോലെ ജൂൺ 24-ാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം ജിയോഗ്രഫി, മ്യൂസിക്, സോഷ്യൽ വർക്ക്, ജിയോളജി, അക്കൗണ്ടൻസി എന്നിവയും. 25-ാം തീയതി ബുധനാഴ്ച മാത്തമാറ്റിക്സ്, പാർട്ട് 3 ലാംഗ്വേജസ്, സംസ്കൃത ശാസ്ത്ര, അതുപോലെ സൈക്കോളജി എന്നിവയാണ്. അതുപോലെ തന്നെ അന്ന് ഉച്ചയ്ക്ക് ശേഷം 25-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയാണ്. അതുപോലെ തന്നെ 26-ാം തീയതി വ്യാഴാഴ്ച ഫിസിക്സ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി എന്നിവയും. 26-ാം തീയതി വ്യാഴാഴ്ച തന്നെ ഉച്ചയ്ക്ക് ശേഷം എക്കണോമിക്സ്, ഇലക്ട്രോണിക്സ് സിസ്റ്റംസ് എന്നിവയാണ്. 27-ാം തീയതി വെള്ളിയാഴ്ച ബയോളജി, ഇലക്ട്രോണിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സംസ്കൃത സാഹിത്യ, അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നിവയാണ്. അപ്പോൾ 2025 മാർച്ച് മാസത്തിൽ നടന്ന പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ന് പറയുന്നത് റെഗുലർ വിഭാഗം വിദ്യാർത്ഥികളിൽ ജയിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് എഴുതാൻ പറ്റുക. പ്രൈവറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് എഴുതാൻ പറ്റില്ല, എന്നാൽ സേ പരീക്ഷ എഴുതാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.